മോളെ കുറച്ച് വെള്ളം കെടുത്താ. ജീവകാര്യം അച്ഛൻ പ്രതീക്ഷിച്ച് വധശിക്ഷയായിരുന്നു. തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കിട്ടി. ശിക്ഷ കുറഞ്ഞു പോയ ബേട്ട. കൂടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. കൂടപ്പഴം പോലൊരു വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേ. അച്ഛാ വിഷു ശരിയായി. 3 മാസം കൊണ്ട് പോണം. അതെ അച്ഛാ. ഹലോ, ഞാൻ ഇപ്പോൾ വരാം. നീ അടുത്ത് നിൽക്ക്. അച്ഛാ ഞാൻ ഇപ്പോൾ വരാവേ. ഞാൻ പോയേ. ഇതിനാ വർക്ക്ഷോപ്പ് നിർത്താടാ. അല്ലാനു എന്ത് തടിയാടിയത്. ഇപ്പൊ കണ്ട എന്നെ കണ്ട് പ്രായം തോന്നിക്കുന്നു കേട്ടോ. അതൊക്കെ പറയാം. വണ്ടി എടുക്കോ? നിർത്തം മിസ് ചെയ്യണ്ടെന്നറിയാം. എനിക്കിപ്പോഴൊരു സമാധാനമായി. എനിക്ക് തിരിച്ചുകൊണ്ട് 10 ദിവസത്തെ ലീവുണ്ട്. പക്ഷെ 10 ദിവസം അങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാവാം. പിന്നെ ഒരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അഭിനെ എപ്പോഴും കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആ വീട് എനിക്കൊരു നരകം. അഭി, എനിക്ക് എത്രയും വേഗം ഒരുമിച്ച് ജീവിക്കണം. 3 മാസം കൊണ്ട് ഞാൻ ഗൾഫിലോട്ട് പോകും. ഇത്തവണ നല്ല സാലറിയുള്ള ജോലി. പക്ഷേ എനിക്ക് വേണ്ടി ഒരു 3 മാസം കാത്തിരിക്കും. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് 3 വർഷമല്ല, എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. ഈ 3 വർഷം ഞാനെങ്ങനെ നിന്നെ കാണാണ്ടിരിക്കാം? നമുക്കതിന് പറ്റുമോ അഭി? ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ ചെയ്യാ, നമുക്കൊരുമിച്ച് ജീവിക്കണ്ടേ. ഇപ്പം എന്തായാലും നിന്നെ ഞാൻ കൊണ്ടുപോകില്ല. കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെൻ്റെ പുതിയ വീട്ടിലേക്കായിരിക്കും. നല്ല വീടും കുറേ പണം ഉണ്ടെങ്കിൽ നല്ല ജീവിതമാവും. അങ്ങനെയാണ് എനിക്ക് ആ ജീവിതം വേണ്ട. എനിക്ക് അഭിയുടെ കൂടെ അഭി ജീവിക്കുന്ന പോലെ ജീവിക്കാനേ ഇഷ്ടം. എന്നാലും അതല്ലനു, എൻ്റെ ഒരു ആഗ്രഹമാണ് സ്വന്തമായി വീടുണ്ടാവുക. ആ വീട്ടിലേക്ക് വേണം എൻ്റെ അതിന് കയറി വരേണ്ടത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വന്ന് അനുഭവിക്കരുത്. അത് ഞാൻ സഹിക്കില്ല. അതുകൊണ്ട് എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടായാലും ഈ ഒരു 3 വർഷം കൊണ്ട് എൻ്റെ സ്വപ്നം ഞാൻ സാധിച്ചു. അഭി, ഞാൻ സ്നേഹിച്ചത് അഭിനെ മാത്രം.
കുറേ സൗകര്യങ്ങളുണ്ടായിട്ടും ഞാൻ അനുഭവിക്കേണ്ട വന്നൊരു വേദന. അബിക്കറിയോ, ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഫ്രണ്ട്സിൽ എന്നെ കളിയാക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് വരുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ വേറെന്തോ പോലെ. അബിനെ കണ്ട പിന്നെ ഈ സന്തോഷമല്ല എന്താണെന്ന് ഞാൻ അറിയാൻ തുടങ്ങി. ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല അബി. അനു, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിൻ്റെ കൂടെ മാത്രമായിരിക്കും. അത് ജീവിക്കാനാലും ശരി, മരിക്കാനാലും ശരി. പക്ഷേ നമുക്ക് ജീവിക്കണം, നമുക്കൊന്നിച്ച് ജീവിക്കണം. കാരണം ഞാൻ മരിച്ചാൽ എൻ്റെ അച്ഛനും അനിയത്തിക്കും ആരും ഉണ്ടാവില്ല, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലനു, നീ വീട്ടിൽ പോയിട്ടില്ലല്ലോ? ഇല്ല അബി, എനിക്കങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. നീ ഹോസ്റ്റലിൽ വന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇനി ഇതിൻ്റെ പേരൊരു പ്രശ്നം വേണ്ട, നമുക്ക് പോവാം. എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഞാൻ പേടിയെന്ന് നീ വീട്ടിൽ പോയിരുന്നു? ഇല്ല ഏട്ടാ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന പാടി തെണ്ടിയുടെ കൂടെ കറങ്ങാൻ വന്നല്ല. നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്ത് കയറി കളിക്കരുന്നു. നിനക്ക് സ്നേഹിക്ക് കാശുള്ള വീട്ടിൽ പെണ്ണിന് തന്നെ വേണമല്ലോ. നിനക്ക് എന്തുണ്ടോ യോഗ്യത? നീ ഏതാടെ ജാതി? ഏട്ടാ അബി ഒന്നും പറയണ്ട, ഞാൻ വിളിച്ചിട്ട് അബി വന്ന്. നിനക്കുള്ളത് ബാക്കി വീട്ടിൽ ചെന്നിട്ട് പിന്നെ നീ കരുതിയിരുന്നു നിനക്കുള്ളത് പണി ബാക്കി പിന്നാലെ വരില്ല. നടക്കറേ ശിവ, ഇന്നത്തേക്ക് 3 ദിവസമായി ഞാൻ എന്നെ വിളിച്ചിട്ട്. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. നമുക്കവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? ഈ മണ്ടത്തരൊന്നും കാട്ടല്ല ബി. നമുക്കൊന്നും കയറി ചെല്ലാൻ പറ്റുന്ന വീടല്ലത്. അവിടെയാണെങ്കിൽ എല്ലാ സമയവും ആൾക്കാരും ഉണ്ടാവും. ഈ ടെൻഷൻ ആവല്ലേ, ഫോൺ പിടിച്ച് വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും വിളിക്കാതെ. എൻ്റെ മനസ്സ് പറയുന്നു എന്തോ അപകടം സംഭവിക്കാനുള്ളത് പോലെ. ഒരപകടം നടക്കാൻ പോകുന്നില്ല, നീ ടെൻഷൻ കളാക്കി വെറുതെ തോന്നുക. എല്ലാ പ്രതീക്ഷകളും തകർന്നു പോവാണല്ലോടാ. നിനക്കറിയാലോ, അവളില്ലാതെ എനിക്ക് പറ്റില്ല. ഒന്ന് മോഹിച്ചിട്ടല്ലടാ ഞാൻ അവളെ സ്നേഹിച്ചത്. എനിക്കെൻ്റെ അനുവിനെ മാത്രം മതി. നീ പേടിക്കണ്ടാ, നിന്റെ സ്നേഹം സത്യമാണോ? നിനക്ക് അവളെ കിട്ടുക തന്നെ ചെയ്യും. ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാ, അതെല്ലാം വെറുതെ ആവോ? ഒന്നും സംഭവിക്കില്ല ബി, നീ സമാധാനപ്പെടും. ഇന്ന് കൂടി നോക്ക്, എന്നിട്ട് വേണം നമുക്ക് അവളെ വീട്ടിൽ പോവാം. എന്തിനും ഞാനുണ്ടാവില്ല എൻ്റെ കൂടെ. സദേട്ടാ, സദേട്ടാ, എന്താ ചെയ്യാറ്? സദേട്ടാ, ഒന്നും പറയരുത്, സംഭവിച്ചു പോയി. ഇങ്ങനൊന്നല്ല ആരും പ്രതീക്ഷിച്ചില്ല. പിള്ളേടെ മോളല്ലേ? അതെ, അവളെന്നെ. മോനെ അബി, നീ ചെയ്ത് എത്രമാത്രം വലിയ തെറ്റാണെന്ന് അറിയാം നിനക്ക്. നീ ആ പിള്ളേ മോനെ വെറുതെ നിൽക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനൊന്നും ആണെന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ. അന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അബി ഞാൻ തന്നെ കണ്ടായിരുന്നു. നീ കാര്യം പറയരുവാ. വന്നപ്പോൾ അഴിഞ്ഞാടി നടക്കാത്ത നാട്ടുകാരോട് പറയിപ്പിക്കാൻ. കുടുംബത്തിന്റെ മാനം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചാടി
നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ആ തെണ്ടിയെ കാണുകയും മിണ്ടുകയും ചെയ്യരുതെന്ന്. ഞാൻ അവനെ കാണുകയും ചെയ്യും, മിണ്ടുകയും ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. ഈ സ്വപ്നം കണ്ടേ അവനത്തെ ഒരു ജീവിതം ഞങ്ങൾ ജീവനോട് ഇരിക്കുമ്പോൾ അത് നടക്കില്ല. നിങ്ങളൊക്കെ മരിച്ചിട്ടാണ് ശരി, ഞാൻ അബിയോട് തന്നെ ജീവിക്കും. മര്യാദയ്ക്ക് ഞങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് ഇവിടെ നിന്നോ. എന്റെ സ്വഭാവം നീ ശരിക്കും മനസ്സിലാവും. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയ പോലെ പിന്നെ ചലിക്കുന്നു വെറുതെ. ഈ എന്ത് കണ്ടിട്ടല്ലേ ആരെ സ്നേഹിച്ചത്? സൗന്ദര്യം കാണട്ടോ, അതൊരു താഴ്ന്ന ജാതിക്കാരനാ. നിങ്ങൾക്കില്ലാത്തൊക്കെ അവനവന്റെ വീട്ടുകാർക്കുണ്ട്. കുറെ പണം ഉയർന്ന ജാതി ആണെന്നൊന്നും മനുഷ്യനാവുന്നില്ല. അത് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മനസ്സ് വേണം. നിങ്ങളൊന്ന് ഉറപ്പിച്ചോ, ഞാൻ ജീവിക്കുകയാണത് അവൻ്റെ കൂടെ തന്നെ ആയിരിക്കും. എടി നീ വീട്ടിൽ പുറത്തിറങ്ങിയാലല്ലേ നീ എന്നെ വിളിച്ച കാണലടി. അച്ഛാ, അവനാണ് ഇതിനൊക്കെ കാരണം. അവനെയാണ് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത്. ധ്രുവ, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. 2-3 ദിവസം അവിടെ നിൽക്കട്ടെ. അവളെ ഫോൺ എവിടെയുള്ളത്? അതിൻ്റെ രണ്ട് അത് മതി. ഇങ്ങനൊന്നും ആവണമെന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തോണ്ടാ. എന്നാലും മോളെ, ഇത്രയും വയസ്സ് വരെ അവർ നിന്നെ പൊറ്റി വളർത്തിയില്ലേ, അപ്പോൾ അവർക്ക് എത്രമാത്രം വിഷമമാണ്. വല്ലാത്തൊരു ജാതി വരെയാണ് പിള്ള. ഇക്കാലത്ത് ജാതി മതയ്ക്ക് ഉണ്ട് സതേട്ടാ. ഒന്നുമില്ലെങ്കിൽ ഞാനും അഭിയും ധ്രുവനൊക്കെ ഒന്നിച്ച് കളിച്ചടന്നവരല്ലേ. ഇല്ല ശിവേട്ടാ, അച്ഛൻ പറഞ്ഞതും കാര്യമുണ്ട്. നിങ്ങൾ കാണുന്ന ആളുകളല്ല അവർ. ഉള്ളിലൊന്ന് കാട്ടുകയും പുറത്ത് വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ. അന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞാൽ അറിയോ? വേറെ ഏത് തെണ്ടിയോട് ജീവിക്കേണ്ടി വന്നാലും അബീൻ്റെ കൂടെ ജീവിക്കാൻ വിടൂലെന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ മോളെ നീ ഈ തെറ്റ് ചെയ്ത്? അച്ഛാ, ഞാൻ സ്നേഹിച്ച അബിയാണ്, ജാതിയല്ല. ഈ ജാതിയൊക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയതല്ലേ. ഇനിയൊരു പക്ഷേ ഞാൻ ആ ജാതിയിൽ ജനിക്കുന്നെങ്കിലോ? ശിവ, ഇനി എന്താടാ ചെയ്യാ? ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവർ തിരഞ്ഞു വരും. ഇവിടെ എങ്ങനെ സേഫ് അല്ല. ഇപ്പോ ഞാൻ ആലോചിച്ച ഒറ്റ വഴിയുള്ളൂ. വയനാട് മീനങ്ങാട് എൻ്റെ കുഞ്ഞമ്മൻ്റെ വീടുണ്ട്. അവിടെയാണെങ്കിൽ അവരൊറ്റക്കാം. ഇപ്പൊ നിങ്ങൾ പോയാലും അവർക്കൊരു കൂട്ടാവേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പോക്ക് എങ്ങനെയും നടക്കൂല. ഞാനൊരു കാര്യം ചെയ്യാം, രാവിലെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഒരു കാര്യം, ആരും ഒന്ന് വിളിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നീ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട. അപ്പോടാ സതേട്ടാ. ശിവ, നീ സൂക്ഷിക്കണേ. നീ എൻ്റെ കൂടെ ഉണ്ടാകുന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അവർ മുമ്പിൽ പോയി പെടല്ലേ. നീ എൻ്റെ അടുത്ത് പേടിക്കുന്നു വേണ്ട. നീ ആര് വന്നാലും പുറത്തിറങ്ങാണ്ടെന്നാൽ മതി. ഞാൻ ഏതായാലും രാവിലെ വരാം. അപ്പൊ ഇല്ല ഇവിടെ ഇല്ല. ആരാ? ഞാൻ പാണ്ഡ്യ, നിതീഷ് പാണ്ഡ്യ. അഭിക്കറിയാം, ഒന്ന് അവനെ ഓടിക്ക്. അഭിയോടില്ലേ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പോവാൻ. നിന്നെ ഞങ്ങൾക്ക് വേണ്ട. നീ ഇവിടെ കിടന്നറിയിക്കണം. അതാണ് നിനക്കുള്ള ശിക്ഷ. ചേച്ചി, അച്ഛൻ വിളിക്കുന്നു, പോകണ്ടേ? ഞാൻ പോകുന്നില്ല, അച്ഛനോട് പോയിക്കോളാൻ പറ. അതല്ല ചേച്ചി, പോവണം. ക്യാമ്പിലുള്ള ആളുകളൊക്കെ പോയോ? മിക്കവാറും ആളുകൾ പോയി. ഞങ്ങളെപ്പോലെ പോകാൻ സ്ഥലമില്ലാത്തവർ മാത്രമേ ഇവിടെയുള്ളൂ.
പിള്ള പിള്ള എന്നോട് ക്ഷമിക്കും. എല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്നു. ആഗ്രഹിച്ച എന്തും തേടിയപ്പോൾ ഓർത്തില്ല ഒന്നിനെ കുറിച്ചും. അതിന് ഈശ്വരൻ എന്തൊരു ശിക്ഷയാ ഈ പ്രളയം. ഒരർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്ന ശിക്ഷയാണ് ഈ പ്രളയം. എന്നോട് മാപ്പാക്കണം. മനുഷ്യന്റെ മുന്നിൽ എത്രയോ അനുഭവമുണ്ട്. എന്നിട്ട് അവരാളൊന്നും നടത്തുന്നില്ല. ഒരു പ്രളയം വന്ന് സർവ്വം നഷ്ടപ്പെടുമ്പോൾ നിസ്സഹായനെ നോക്കി നിൽക്കാനും മനുഷ്യനെ കഴിയും. അവിടെയും വേണ്ടി വന്ന് കഷ്ടങ്ങളുണ്ട്. അവരാരും തന്നെ ഇവിടുത്തെ ജാതിയോ മതമോ നോക്കിയാൽ ആരെയും രക്ഷിക്കാനും എല്ലാം ഞങ്ങൾ തെറ്റാണ്.